ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനിഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേസിൽ ജോസഫ് നായകനായി സിജു സണ്ണിയുടെ രചനയിൽ ടൊവിനോ തോമസ് നിർമ്മിച്ച സിനിമയാണ് മരണമാസ്. ഡാർക്ക് കോമഡി വിഭാഗത്തിൽ പെടുന്ന ഈയൊരു ചിത്രം കഴിഞ്ഞ ദിവസം സോണി ലൈവ് വഴി OTT റിലീസ് നടത്തുകയുണ്ടായി. ഈയൊരു ചിത്രത്തിലെ ചില ഹിഡൻ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ ആരംഭിക്കുന്നത് തന്നെ ഒരു ന്യൂസ് അവതാരകൻ ന്യൂസ് റിപ്പോർട്ട് വായിക്കുന്നതിലൂടെയാണ്. ന്യൂസ് അവർ കാണുന്നവർക്ക് അറിയാം, ലാപ്പിൻ്റെ പുറകിൽ ട്രെൻഡിങ് ആയ കാര്യങ്ങളുടെ അഡ്വർടൈസ്മെൻ്റ് ആണ് സാധാരണ നിലയിൽ കൊടുക്കുന്നത്. ഈ ഒരു സിനിമയിൽ അത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് ജനനി ശവപ്പെട്ടികൾ എന്ന അഡ്വർടൈസ്മെൻ്റ് ആണ്. സീരിയൽ കില്ലറുടെ കൊലപാതകങ്ങൾ കാരണം തൻ്റെ ബിസിനസ്സിൻ്റെ റീച്ച് കൂട്ടുവാൻ അഡ്വർടൈസ്മെൻ്റ് ചെയ്ത ഒരു പാവം കാശുകാരനായിരിക്കാം ജനനി ശവപ്പെട്ടികളുടെ ഉടമ. അടുത്തതായി സിനിമ നടക്കുന്ന കാലഘട്ടത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ന്യൂസ് അവറിൽ തന്നെ മുകളിലായി നവംബർ 7 എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നവംബർ 14 നടക്കുന്ന ശിശുദിന റാലിയും നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് ബേസിൽ ജോസഫ് തന്നെ അഭിനയിച്ച സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ പോസ്റ്റർ. ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ നവംബർ മാസമാണ് ഈ ഒരു സിനിമയുടെ കാലഘട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു സിനിമയിൽ ബസ്സിൻ്റെ മുതലാളിയായ മലയാള മാഷിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് ഇദ്ദേഹം ഒരു ഡൈഹാർഡ് കുമാരനാശാൻ ഫാനാണെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ മലയാള മാഷുമായിരിക്കാം. കാരണം ഈ ഒരു കഥാപാത്രം തൻ്റെ ബസ്സിന് നൽകിയിരിക്കുന്ന പേര് കുമാരനാശാൻ്റെ പ്രശസ്ത കവിതയായ വീണ പൂവ് എന്നാണ്. അതോടൊപ്പം തന്നെ തൻ്റെ ജീപ്പിന് ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന പേരും ദുരവസ്ഥ എന്നാണ്. അതോടൊപ്പം തന്നെ വീണ പൂവ് എന്ന കവിതയിലെ വരികളും ബസ്സിനുള്ളിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ SMB എന്ന പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ബസ് അലങ്കരിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പല പല ഡീറ്റെയിലിംഗ് പോസ്റ്ററുകളിലൂടെയും എഴുത്തുകളിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു സീൻ നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടും കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റോപ്പിലൂടെയാണ് സിനിമയുടെ പ്രവർത്തകർ ഇത് നടപ്പാക്കിയത്. അതോടൊപ്പം തന്നെ ഈ അടുത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടം പറ്റിയ കാര്യം അങ്ങ് നിരോധിക്കുന്നത്. സിനിമയിൽ ഇതിനെയും വിമർശിക്കുന്നുണ്ട്. നീന്തൽ താരമായ ടൊവിനോ തോമസ് മരിക്കുമ്പോൾ നീന്തൽ നിരോധിക്കുക എന്ന ആവശ്യവുമായി വരുന്ന ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതോടൊപ്പം ചേർന്ന് വായിക്കാവുന്ന കൗതുകകരമായ മറ്റൊരു കാര്യം കൂടി പറയാം. മിന്നൽ മുരളി എന്ന സിനിമയുടെ ഡയറക്ടറായ ബേസിൽ ജോസഫും നായകനായ ടൊവിനോ തോമസും വില്ലനായ ഗുരു സോമസുന്ദരവും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ജെസ്സി എന്ന കഥാപാത്രം മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ മുകളിലായി മികച്ച പൈനാപ്പിൾ കർഷകനുള്ള അവാർഡുമായി നിൽക്കുന്ന ജെസ്സിയുടെ അപ്പൻ്റെ ഫ്ലെക്സും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലെ ഒരു സീനിൽ ഇവർ പൈനാപ്പിൾ മുറിച്ച് കഴിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി സിനിമയിലെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിങ്സ് വേഗം പറഞ്ഞു പോകാം. സിനിമയിൽ വില്ലൻ കഥാപാത്രം ഒരു സാഹചര്യത്തിൽ റോഡ് വൃത്തിയാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ നമുക്ക് സ്വച്ഛ് ഭാരതിൻ്റെ പോസ്റ്ററും ഒട്ടിച്ചിരിക്കുന്നത് കാണാം. സിനിമയിൽ ജെസ്സി എന്ന കഥാപാത്രത്തിന് മുത്തശ്ശി പെപ്പർ സ്പ്രേ നൽകുന്നുണ്ട്. ഡ്രാഗണിൻ്റെ പടമുള്ള ഒരു സ്പ്രേ ആണ് ഇത്. ആ ബോട്ടിലിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അതും ഡ്രാഗണിൻ്റെ ഷേപ്പിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ബാർബർ ഷോപ്പിലിരുന്ന് തൻ്റെ കില്ലിംഗ് ന്യൂസ് കാണുന്ന സീരിയൽ കില്ലറുടെ പുറകിലായി കില്ലിംഗ് ഓഫർ എന്ന് ഒട്ടിച്ച മറ്റൊരു ഡയറക്ടർ ബില്ലിൽ ഈ ഒരു സിനിമയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. സിനിമയിൽ കൊലയാളി തൻ്റെ അച്ഛൻ പഴം കഴിച്ച് മരിച്ചത് കൊണ്ടാണ് കൊന്നവരുടെ വായ ആ ഒരു ഷേപ്പിൽ മുറിച്ച് അതിനകത്ത് പഴം കുത്തിക്കയറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഈ ഒരു സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഹിഡൻ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.